ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പാപ്പുവാനി ഗ്രാൻഡ്മയുടെ ലഞ്ച്, ഇന്നത്തെ ലഞ്ച് കർക്കിടക ലഞ്ച് റെഡി ആയി കഴിഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് പച്ചക്കറി തന്നെയാണ്. അപ്പോൾ ഇവിടെ വെക്കണേ മണ്ണേ പാപ്പുവിന് ഞാനിന്ന് ഫുഡ് വാരി കൊടുക്കാന്ന് വിചാരിച്ചു. വെക്കും മോനെ. ആ നല്ല മട്ടാരിയുടെ ചോറ്. പാപ്പു അതാ മൃതേതയ അഭിരാമിയതേ ചോറൊക്കെ ഭയങ്കര കുറച്ചേ കഴിക്കുള്ളൂ. തൊടുകറി അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല. ഇപ്പം ഇന്നുണ്ടാക്കിയ മാങ്ങാച്ചടി, മാങ്ങാക്കറി, പിന്നെ നമ്മുടെ മാങ്ങാ പച്ചടി. സദ്യ പോലെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് ചീരത്തോരൻ, കണ്ട ചീരത്തോരൻ അവളെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ഇത് അവക്ക് ഒരു ചിക്കനും അല്ലല്ലോ മോനെ കഴിക്കണം, നിങ്ങൾക്കെന്ന് കഴിക്കണം അവന്തിക. ഇത് അവിയല്, അയ്യോ. പിന്നെ നമ്മുടെ സാമ്പാർ കണ്ട ഒരുപാട് കഷ്ണിടാത്ത നല്ല സാമ്പാറാട്ടാ. നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടി നല്ല മണമുണ്ട് സാമ്പാറിന്. അപ്പൊ പാപ്പുവിന് സാമ്പാർ റെഡി. സാമ്പാർ എനിക്ക് പപ്പടം ഉണ്ടായില്ല. പപ്പടം ഉണ്ട്, പക്ഷെ അത് ഇച്ചിരി പൂത്ത പോലെ ഇരിക്കണം. പാപ്പു എന്താ സാഡ്? ഒന്നും ഞാൻ മേടിച്ചില്ല. പിന്നെ അത് മാത്രമായിട്ട് വരണം. പാപ്പുവിന് ഇന്ന് ഇത്രയൊക്കെ കണ്ടിട്ട് ഇതിവിടെ ഒരു ഇറച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ അത് കഴിക്കണം. കർക്കിടക മാസത്തില് നമ്മള് നോൺ വെജ് കഴിക്കില്ല പാപ്പു. ഈ ഫുൾ മന്തി ഇങ്ങനെ ആയിരിക്കില്ല. പിന്നെ 31 ദിവസം 30 ദിവസമൊക്കെ രാമായണം പാരായണം ചെയ്യും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അച്ചമ്മയൊക്കെ ചെയ്യണം. കണ്ടിട്ടില്ലേ അമ്മമ്മ ഇങ്ങനെ തെറ്റായിരിക്കും. എന്നാലും മുത്തശ്ശി അത് ആദ്യമൊക്കെ അമ്മ നന്നായിട്ട് ചെല്ലിയിരുന്നതാണ്. പക്ഷെ വയസ്സായി കഴിഞ്ഞപ്പോ കണ്ണൊക്കെ പിടിക്കണ്ടായി കഴിഞ്ഞപ്പോ ആള് ആ ശാത്തി എന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കും, കണ്ണു വെച്ചിട്ട് ഇങ്ങനെ നോക്കാം. ഞാൻ അമ്മയുടെ രാമായണമാണ്, അമ്മ ഉപയോഗിച്ചിരുന്ന രാമായണമാണ് ഞാൻ ഇപ്പൊ വായിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ വായിച്ചത് അമ്മയുടെ. അച്ഛന്റെ അമ്മ, മോന്റെ മുത്തശ്ശി മരിച്ചുപോയി. അതൊക്കെ പാട്ടൊക്കെ പാടി നല്ല ഉഷാറ് പാട്ട് ടീച്ചറായിരുന്നു. അസലാണ്, നല്ല അറിവുള്ള ഒരമ്മയായിരുന്നു. അപ്പൊ അമ്മയുടെ രാമായണമാണ് ഞാനിപ്പോ. ഇവിടെ ഒരാള് പച്ചക്കറി മൊത്തം മാറ്റി വെച്ച് കഴിക്കാൻ പോണു. കഴിക്കണ്ടേ? ആദ്യം ഇത് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ സൈഡിലേക്ക് വെച്ച് അമ്മ വാരി കൊടുക്ക്. വാരി തരണ അതല്ല എവിടെ ഇങ്ങനെ ഇരിക്കണേ. ഇവിടെ ഒരു കുഞ്ഞിട്ടുള്ള കണ്ണുണ്ടല്ലോ മോനെ, അതൊക്കെ കഴിക്കുകയും ഇന്ന് കഴിക്കണം പാപ്പു. യു ട്രൈ ഹാവിങ് ഇട്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് കഴിച്ചു നോക്ക്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് തരാട്ടാ. ഇതോട് ഞാൻ ആരെയൊന്നും കൊടുക്കാറില്ല കേട്ടോ. സ്കൂൾ വിട്ട് വന്നാലും ചോറൊക്കെ നല്ലല്ല മുത്തായി. മുഖം ഇങ്ങോട്ട് തെളിയില്ലല്ലോ പാപ്പു. ഈ മന്ത് ഫുള്ള് നോൺ വെജ് ഇല്ല പോലെ. പാപ്പുന് ഇഷ്ടമൊക്കെയാണ്. പാപ്പുന് ബേസിക്കലി ഇച്ചിരി തൈരും സാമ്പാറും മാത്രം ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. അത് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ സൈഡില് അവിയല്ലോ. ഇനി എനിക്കൊരു തന്നെ പിടിച്ചേ. നമ്മുടെ പൊന്നിനെ പപ്പടം വേണോ? അല്ല വേണോ? ഇനി അമ്മയുടെ മുത്തിന് ഇതാണോ? എല്ലാത്തിന്നും ഓരോന്ന് എടുത്തിട്ട് അങ്ങനെയാണ് കഴിക്കണ്ടേ. നല്ല ടേസ്റ്റ്. ശരിക്കും നല്ല സദ്യ. അഭി മിസ് ചെയ്തു. അഭിയും കുക്കും വരാന്ന് പറഞ്ഞതാ. നീ ഇവൾക്ക് വാരി കൊടുത്തേ. തന്നെ കഴിച്ചോളൂടെ? തന്നെ കഴിക്കുകയാണെങ്കിൽ പെയിന്റ് അടിച്ചേക്കണത് കൊണ്ടാണ് ഈ പെയിന്റിന്റെ ആണെന്ന് തോന്നുന്നു. നല്ല ഈച്ചയുണ്ട്. ഫുഡാണ് നമ്മ എടുത്തോ. അത്ര വൃത്തിയാക്കിയാലേ അപ്പൊ നമ്മുടെ പൊന്നിന് ഒരു ചൂടുള്ള കൊടുക്കട്ടെ അമ്മ. എന്തൊക്കെ കൂട്ടി കൊടുക്കണം? ഒന്നും കൂട്ടൂല. എരിവും പുളിയും ഒന്നും കൊടുക്കൂല. അമ്മ കഴിക്കണ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് കമന്റ് വരുവേ. ഞാൻ കൈയൊന്നും തൊടൂല. ഇതിപ്പോ നമ്മള് സ്നേഹത്തിൽ ഒരു ഉരുള കൊടുക്കണല്ലേ, നമ്മുടെ മോനല്ലേ. പോ ഇനി ഇല്ല. ആ ഒരു ഉരുളക്ക് വേണ്ടിട്ടാണ് അവൻ അവിടെ. എവിടെ ഇനി പോകുന്നില്ല, അവിടെ തന്നെ വെക്കും. ഞാൻ കൊടുക്കൂല.
ഞാൻ കൊടുക്കൂല. ഞാൻ ഒരു കാര്യം പറയണ, അയ്യേ എന്ത് ഷെയിമാണ് ചുട്ടു ഇത്. അയ്യോ എന്ത് നാണക്കേടാണ് ചുട്ടത്. അയ്യേ അങ്ങനെ പറയുമ്പോണ്ടല്ലോ ആശ വേഗം നാണക്കേട്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഇച്ചിരി പോരാ, വേഗം ഇങ്ങനെ കിടക്കുന്നേ. ചുട്ടു എന്താ ചുട്ടു ഈ താഴെ കാണണത്? എന്താ താഴെ കാണണത്? മോനെ അമ്മയുടെ പൊന്നല്ലേ ചെയ്യുന്നാണ്, അമ്മയുടെ പൊന്നല്ലേ, അമ്മയുടെ ഉണ്ണിയല്ലേ? അവിടെ കിടന്നേ നോക്കട്ടെ അമ്മ. ഇച്ചിരി പവർ കൂടുതലാ. അവിടെ ചാച്ച മുട്ട. അപ്പൊ ഇന്നത്തെ കർക്കിടത്തില് നമ്മുടെ ഒരു ചെറിയൊരു ലഞ്ച്, ചെറുതല്ല ഇത് വലിയ ലഞ്ചാണ്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എന്റെയൊക്കെ കാലത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സാധാരണക്കാരനാണല്ലോ മക്കളെ, കൂലിപ്പണിയുമാണ്. അപ്പൊ ചോറ് പട്ടിണി വരും നമുക്ക്. ഞങ്ങള് 9 പേരാ. അപ്പോൾ കഷ്ടപ്പാട് വരുമ്പോൾ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാ. അപ്പച്ചനെ ഈ പെയിന്റിലാണ് പോകുന്നത്, പെയിന്റ് അടിക്കാനായിട്ട്. അമ്മയ്ക്ക് പണിയില്ല. ചേച്ചിമാർക്കൊക്കെ പിന്നീടാണ് KC ബോർഡിലൊക്കെ ജോലി കിട്ടിയത്. അത് ഞാനൊരു 7 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ചേച്ചിക്ക് KC ബോർഡിൽ 2 ആൾക്ക് ജോലി കിട്ടി. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ കുറഞ്ഞു. എനിക്ക് നല്ല വിദ്യാഭ്യാസവും അങ്ങനെയൊക്കെ നമുക്ക് പറ്റി. അപ്പോൾ ആ കർക്കിടക മാസം എന്ന് പറയുന്നത് കോരിച്ചൊരിയുന്ന മഴയാണ്. ഭയങ്കര മഴ, ഒരാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോകാൻ പറ്റില്ല, വെള്ളക്കെട്ട്. പിന്നെ എന്താ പറയുക, മഴ വന്നിട്ട് പണിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പട്ടിണിയാണ് കർക്കിടക മാസം. പഞ്ഞമാസം എന്ന് പറയുന്നത് പട്ടിണിയാണ്. കാരണം പണിക്ക് പോകാൻ പറ്റില്ല. ഉള്ളവന്മാരുടെ വീട്ടിൽ അവർക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് അറിഞ്ഞിട്ട് അവർക്ക് സഹായിക്കും. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. നല്ല അവര് കരുതി വെക്കുന്നുണ്ട്. നമ്മൾക്ക് അങ്ങനെ കരുതാനൊന്നും ഉണ്ടാവില്ലല്ലോ. 9 വയറ് നിറയണ്ടേ. അപ്പൊ ഞാനാണ് 7ാമത്തെ മകള്. അപ്പൊ അത്ര ആ ഒരു ഇതില് ജീവിക്കുമ്പോൾ ഞങ്ങൾ കരുതി വെക്കാന്ന് പറയുമ്പോൾ ആ മഴക്കാലത്ത് കമ്പിളി പുതപ്പൊക്കെ പുതച്ച് കട്ടിലുമേ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് ചക്കക്കുരു, പുളിങ്കുരു, കപ്പലണ്ടി ഇതൊക്കെ വറുത്ത് പൊരിച്ച് തിന്ന്. അപ്പം ചക്ക ഇങ്ങനെയൊക്കെ കിട്ടും, ഓരോ സാധനങ്ങളൊക്കെ കിട്ടും. ചക്കയുടെ സീസൺ കഴിഞ്ഞ് വന്ന മാസമൊക്കെ ആയി. അതൊക്കെ വേവിച്ചൊക്കെ തിന്ന് വിശപ്പടക്കി നമ്മൾ ജീവിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ കർക്കിടക മാസം എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കും. ഒരുപാട് കറികളും ചോറും ഇറച്ചിയും മീനുമൊക്കെയാണ് കഴിക്കണത്. അങ്ങനെ അധികം ഒന്നും ആരും പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇനിയിപ്പോൾ അവന്തികയുടെ തലമുറയ്ക്കൊന്നും നോണം ഇല്ലാണ്ടൊന്നും അവർക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ബാപ്പുവിന് സാമ്പാറും എന്നും സാമ്പാറും തൈരും കൊടുത്ത, പപ്പടവും കൊടുത്ത പാപ്പ കഴിച്ചു. അവിയലാണ് പ്രശ്നം. മറ്റുള്ള പച്ചക്കറികളും ചീര കുഴപ്പമില്ല, ചീരൊക്കെ ഇഷ്ടമാണ്. അവിയല് അങ്ങനെ ഒരു കർക്കിടകാലം ഒരു കഥ എല്ലാവരിലും ഓർമ്മയുണ്ടാവും. ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ളവർ നിങ്ങളിൽ ആരെങ്കിലൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കമന്റ് ചെയ്യണം കേട്ടോ. കർക്കിടക മാസം ആ കോരിച്ചെരിയുന്ന മഴ, ഇരുട്ടും രാത്രി കറണ്ടില്ല. അതെനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു പേടി പോലെയാണ് സത്യത്തിൽ. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു. ഇന്നിപ്പോൾ എന്തുകൂട്ടാ അതാ വിഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചിങ്ങത്തിലേക്ക് വരുമ്പോൾ ഓണം, ഉടുപ്പ്, ദാരിദ്ര്യം കൊയ്ത്ത് അങ്ങനെയൊക്കെ വന്നാൽ അങ്ങനെ ഒരു കാലം. അപ്പോൾ ഇന്നത്തെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാര്യങ്ങളായിട്ട് ഇട്ടിട്ടില്ല. പക്ഷെ എങ്കിലും എന്നുവെച്ചാൽ ഉച്ചയൂണാണ് അമ്മ ഇത് ചെയ്തത്. അപ്പം എല്ലാവർക്കും കർക്കിടക മാസത്തിലെ ആരോഗ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കുക. ശരീരം ഇളതാവും എന്നാ പറയുക. അപ്പോൾ വീഴാതെയും നമ്മളെവിടെയെങ്കിലും അരച്ചു കെട്ടി വീഴാതെയൊക്കെ നോക്കണം. ടോയ്ലറ്റിലൊക്കെ കയറുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അതാണ് ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുന്നത്. ശരീരം ഇളതാവും. അതൊക്കെ ശ്രദ്ധിക്കുക. നല്ല ആഹാരം കഴിക്കുക. അത്രയേ ഉള്ളൂ അമ്മയ്ക്ക് പറയാം. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. ഹാപ്പി കർക്കിടക.